ഇസ്രായേലേ, നിങ്ങൾ മടങ്ങി വരുമെങ്കിൽ, നിങ്ങൾ എങ്കിലേക്ക് മനം തിരിഞ്ഞ് മടങ്ങി വരുമെങ്കിൽ നിങ്ങൾ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. ദൈവം തൻ്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ ഇസ്രായേലിനോട് പ്രവചിക്കുകയാണ്. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുകയാണ്. അവർ ദൈവത്തിൻ്റെ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവം തൻ്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ ജനത്തോട് സംസാരിച്ചു. നിങ്ങൾ മടങ്ങി വരുമെങ്കിൽ, നിങ്ങളുടെ മനം തിരിയുമെങ്കിൽ, നിങ്ങൾ എങ്കിലേക്ക് തിരിയുമെങ്കിൽ നിങ്ങൾ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. പ്രവാചകൻ വീണ്ടും ഒന്നുകൂടി അത് വ്യക്തമാക്കി സംസാരിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയുമെങ്കിൽ, ഹൃദയ പരിച്ഛേദന നടത്തുമെങ്കിൽ നിങ്ങൾ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് സംഭവിച്ചത്, അവർ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറി. അവരുടെ പിന്മാറ്റങ്ങൾ നടന്നത് ഹൃദയത്തിലാണ്. ദൈവം ഇന്ന് പകൽ നമ്മെ നോക്കുമ്പോൾ ദൈവം കാണുന്നത് ഹൃദയത്തെയാണ്. മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. ദൈവം ഹൃദയത്തെ നോക്കുകയാണ്. നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കുന്നു? ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ, ഹൃദയം നേരുള്ളതാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോടൊരു ആലോചനയുണ്ട്. നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. ഹൃദയം ശുദ്ധമാണെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. ദൈവം അവരോട് വളരെ വ്യക്തമായി സംസാരിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ അശുദ്ധമാക്കുന്നത് ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്ന ചിന്തകളാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് സഹോദരനോട് കയ്പുണ്ടെങ്കിൽ, സഹോദരനോട് പിണക്കമുണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നാം ഇപ്പോഴും മരണത്തിൽ വസിക്കുകയാണ്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ട്. നിങ്ങൾ എന്തപേക്ഷിച്ചാലും ദൈവം തരും. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്ത് അശുദ്ധിയുണ്ടെങ്കിൽ, കയ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, അസൂയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, നാം അലഞ്ഞു പോകും. അവർ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു എന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയം കൊണ്ട് നാം ദൈവത്തെ വിട്ടുമാറരുത്. ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും സൂക്ഷിക്കരുത്. ഹൃദയം ശുദ്ധമായിരിക്കട്ടെ. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? നിങ്ങളുടെ മുൻപിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുക. ആരോടും ഒരു കയ്പ് വയ്ക്കാതെ, പിണങ്ങാതെ, എല്ലാവരോടും സമാധാനമായിരിക്കുക. ഒരു ദൂത് ദൈവം തരികയാണ്. ഹൃദയത്തിൽ മാറ്റം ഉണ്ടായാൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.